ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു മലയാള പദം ഇട്ടിരുന്നു. കമന്റ് ബോക്സിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറഞ്ഞു. അവിടെ ഒരു കമന്റ് കണ്ടിരുന്നു, ആസ് യൂഷ്വൽ എന്നായിരുന്നു. അത് ശരിയായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. താങ്ക് യു. ഇന്ന് കുറച്ച് പദങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്ന് പരിശോധിക്കാം. ധാരാളം, നമ്മൾ സാധാരണ കേൾക്കുന്ന വേർഡാണ് ധാരാളം. എങ്ങനെയാണ് ധാരാളം എന്ന ആ മലയാളം പദത്തെ ഇംഗ്ലീഷിലേക്ക് പറയുക? ധാരാളം, എ ലോട്ട് ഓഫ്, അങ്ങനെയാണ്. അതാണ് എ ലോട്ട് ഓഫ്. കുറഞ്ഞപക്ഷം, അറ്റ്ലീസ്റ്റ്, കുറഞ്ഞപക്ഷം, അറ്റ്ലീസ്റ്റ്, അറ്റ്ലീസ്റ്റ്, കുറഞ്ഞപക്ഷം. മനസ്സിലാവുന്നുണ്ടല്ലോ? കുറഞ്ഞപക്ഷം, അറ്റ്ലീസ്റ്റ്. അടുത്ത മലയാളം പദം എന്താ? മറ്റെന്തെങ്കിലും. സാധാരണ ആളുകൾ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, മറ്റെന്തെങ്കിലും ഉണ്ടോ, മറ്റെന്തെങ്കിലും. അത് എങ്ങനെ എഴുതുന്നത് അറിയാമോ? എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലും, മറ്റെന്തെങ്കിലും, എനിത്തിങ് എൽസ്, എനിത്തിങ്, എനിത്തിങ് എൽസ്, എനിത്തിങ് എൽസ്. ഇത് ചോദ്യ രൂപത്തിൽ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത്. എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലും എന്നാണ്. അടുത്തത് തീർത്തും ശരി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇത് ശരിയാണ്, തീർത്തും ശരിയാണ്, വളരെ ശരിയാണ്. എങ്ങനെയാണ് ആ തീർത്തും ശരി എന്നത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക? അബ്സല്യൂട്ട്ലി റൈറ്റ്. അബ്സല്യൂട്ട്ലി, ABSOLUTELY, അബ്സല്യൂട്ട്ലി റൈറ്റ്, RIGHT, അബ്സല്യൂട്ട്ലി റൈറ്റ്. അബ്സല്യൂട്ട്ലി റൈറ്റ് എന്നാണ് തീർത്തും ശരി എന്നതിന്റെ ട്രാൻസ്ലേഷൻ. അവസാനമായി അല്ലെങ്കിൽ അവസാനം, അവസാനമായി എന്നോ അവസാനം എന്നോ നമ്മൾ പറയാറുണ്ട്. അവസാനം, ഈ രണ്ടിനും ഒരേ ഇംഗ്ലീഷ് പദമാണ്. അറ്റ് ലാസ്റ്റ് എന്നാണ്. അറ്റ് ലാസ്റ്റ്, അറ്റ് ലാസ്റ്റ്, അറ്റ് ലാസ്റ്റ് എന്നാണ്. ഇനി ഞാനൊരു പദം ഇട്ടിട്ടുണ്ട്. താങ്കളുടെ ഇഷ്ടം പോലെ അത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതിയിടുക. എൻ്റെ ചാനൽ എല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.